വിശുദ്ധന്മാരായ ദാസന്മാർക്ക് യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ വന്ദനം. ഇത് G2R ആണ്, അഥവാ ജനസിസ് ടു റെവലേഷൻ, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ. എൻ്റെ പേര് കുരുവിള വർഗീസ്. നാളുകളായി നമ്മൾ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവവചനത്തിൻ്റെ തുടർമാനമായ ഭാഗം പത്രോസ് അപ്പസ്തലൻ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും, പഴയ നിയമ പൗരോഹിത്യ വർഗത്തെയും പുതിയ നിയമ രാജകീയ പുരോഹിത വർഗത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച വചനം പത്രോസ് എഴുതിയ 1 ലേഖനം 2:9 ആ വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് നാളുകളായി നാം ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിഴലായ സമാഗമന കൂടാരവും അതിലെ ഉപകരണങ്ങളും, പൊരുളായ ദൈവപുത്രൻ്റെ സഭയും അതിലെ ശുശ്രൂഷകന്മാരും. എത്ര അർത്ഥവത്താണ്, എത്ര അനുഗ്രഹപ്രദമാണ് ദൈവവചനത്തിൻ്റെ ധ്യാനം. ആര് വിമർശിച്ചാലും വിമർശിച്ചില്ലെങ്കിലും വിശുദ്ധ പൗലോസ് അപ്പസ്തലൻ ഇടയലേഖനത്തിൻ്റെ അവസാനത്തെ ലേഖനം തിമോഥെയോസിൻ്റെ 2 ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ച് വ്യക്തിഗത ലാഭത്തിനു വേണ്ടിയോ സ്ഥാനത്തിനോ മാനത്തിനോ പുകഴ്ചയ്ക്കോ അഭിനന്ദനത്തിനോ വേണ്ടിയോ അല്ല, ലജ്ജിപ്പാൻ കഴിയാത്ത വേലക്കാരനായി നിൽപ്പാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഈ ദൈവവചനം നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരുന്നു. നാം അറിഞ്ഞത് അറിയിക്കാതെ പാപം ചെയ്യാതിരിക്കണം. അതുകൊണ്ടാണ് ഇത് ഇത്ര കർക്കശമായി പറയുന്നത്. ആരിണങ്ങിയാലും പിണങ്ങിയാലും ദൈവം പിണങ്ങാതിരുന്നാൽ മാത്രം മതി. താമ്രത്തൊട്ടിയുടെ ഉപയോഗം, അതിൻ്റെ ലക്ഷ്യം. വചനം തുടരുന്നു. താമ്രം എന്ന ലോഹം താമ്രമായിട്ടോ താമ്രലോഹമായിട്ടോ സ്വർണം, വെള്ളി, ഇരുമ്പ്, അലുമിനിയം മുതലായ ലോഹങ്ങൾ കുഴിച്ചെടുക്കുന്നത് പോലെ ഖനിയിൽ നിന്ന് കുഴിച്ചെടുക്കപ്പെടുന്നതല്ല. പ്രത്യുത ഖനിയിൽ നിന്നും കുഴിച്ചെടുത്ത ലോഹത്തിൻ്റെ അയിരുകൾ ശുദ്ധി വരുത്തുന്ന 2 വിധ ലോഹങ്ങളെ, അതായത് ശുദ്ധമായ ചെമ്പും ശുദ്ധമായ വെളുത്തീയവും ക്രമീകൃതമായ അനുപാതത്തിൽ ഉരുക്കി നന്നായി കലർത്തി എടുക്കുന്ന മിശ്രിത ലോഹമത്രേ വെള്ളോട്. ഇനിയും ചെമ്പുരുക്കുന്നതിന് 1984 ഡിഗ്രി ചൂടുണ്ടാകണം. നമുക്കിവിടെ 100 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ തീർന്നു. എന്ത് കഷ്ടമാണ്! എന്നാൽ വെള്ളോടായി തീരേണ്ടതിനു വേണ്ടി ഒന്നാമത്തെ പദാർത്ഥം ചെമ്പ് ഉരുക്കുന്നതിന് 1984 ഡിഗ്രി ഫാരൻഹൈറ്റ് ചൂടിൽ അത് ആക്കിയാൽ മാത്രമേ ഉരുകത്തുള്ളൂ. ഈയം ഉരുക്കുന്നതിന് 621 ഡിഗ്രി ഫാരൻഹൈറ്റും ആവശ്യമാകുന്നു. ഇവ രണ്ടും 2 സ്ഥലങ്ങളിൽ 2 മൂശകളിൽ ഉരുക്കി ചേർത്തുണ്ടാക്കുന്ന ലോഹമാണ് താമ്രപാത്രം. അപ്പോൾ താമ്രത്തൊട്ടി അളവ് കൊടുത്തില്ല, അത് കണ്ടതേ ഉള്ളൂ. മോശയാണ് കണ്ടത്. കൂട്ടുവേലക്കാരായ ബെസലേലും ഒഹൊലിയും അത് കണ്ടില്ല. അവരോട് പറഞ്ഞ മാതൃകയിൻ പ്രകാരം ചെളിമണ്ണ് കൊണ്ട് ആവശ്യമായ വലുപ്പത്തിൽ മൂശയുണ്ടാക്കി, മോൾഡുണ്ടാക്കി ഉരുക്കിയെടുത്ത താമ്രമിശ്രം മണ്ണിനാലും ചെളിയിനാലും അഥവാ കളിമണ്ണിനാൽ ഉണ്ടാക്കപ്പെട്ട മൂശയിൽ ഒഴിച്ച ശേഷം അത് തണുപ്പിച്ച് പുറം പാത്രത്തെയും അകം പാത്രത്തെയും ചെളിയിനാൽ ഉണ്ടാക്കപ്പെട്ടതിനെ ഉടച്ച് ആ പാത്രം വെളിയിലെടുത്ത് തേച്ച് മിനുക്കി സ്വർണ്ണ നിറമുള്ള പാത്രം അഥവാ തൊട്ടി ആക്കി തീർത്തു. നമ്മൾ ഒരു കാര്യം ഗ്രഹിക്കണം. ഇന്ന് മണ്ണിനാൽ ഉണ്ടാക്കപ്പെട്ട മൂശയാണ് മനുഷ്യ ശരീരം. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. എന്നാൽ മണ്ണ് മാത്രം ഉണ്ടാക്കപ്പെടുന്ന മൺപാത്രങ്ങൾ ഉണ്ടല്ലോ, ക്ലേ എർത്തൺ വെസൽസ്, ഉടഞ്ഞു പോയാൽ തീർന്നു. അതിന് തൽക്കാലത്തെ ഉപയോഗം മാത്രം. അത് ഈ ലോക മനുഷ്യരെ കാണിക്കുന്നതാണ്. പൊടി വണ്ടിയിലേക്ക് ചേരുന്നു, പൊടിയായി തീരുന്നു, അതിനെ അടക്കുന്നു, അതോടുകൂടെ അവരുടെ ചരിത്രം തീരും. എന്നാൽ മൂശ എന്ന വണ്ണം മോൾഡായി ഉണ്ടാക്കപ്പെട്ട ആത്മമനുഷ്യരുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പകർന്നു വച്ചിരിക്കുന്ന
ആത്മാവുണ്ട്. മനുഷ്യാത്മാവും ദൈവാത്മാവും ഒന്നു ചേർന്ന് ആത്മീയരായി ജീവിക്കുന്ന ദൈവമക്കളുടെ പുറമൂടിയാകുന്ന ഈ മൺശരീരം മണ്ണിലേക്കൊരു ദിവസം മരണത്താൽ ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പകർന്നു വച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന ദൈവാത്മാവിൻ്റെ മിശ്രിത ആത്മാവ് ദൈവത്തിങ്കിലേക്ക് എടുക്കപ്പെടുകയും സ്തോത്രം ദൈവമുൻപിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിലും 4-ാമത്തെ വാക്യത്തിലും ഈ അത്യന്തം വലിയ ശക്തി മൺകൂടാരത്തിൽ പകർന്നു വെച്ചിരിക്കുന്നു, മൺമൂശയിൽ പകർന്നു വെച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. സമാഗമന കൂടാരം, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, മറശീല, പലകകൾ, ശീലകൾ, പെട്ടകം, യാഗപീഠം, കാഴ്ചപ്പത്തിന്റെ മേശ, ധൂപപീഠം ഇങ്ങനെയുള്ള സകല ഉപകരണങ്ങൾക്കും കൃത്യമായ അളവുകൾ നൽകിയിട്ടുണ്ട്. പെട്ടകത്തിന്റെ അളവ് 25-10, കാഴ്ചയപ്പത്തിന്റെ മേശയുടെ അളവ് 25-23, ധൂപപീഠത്തിന്റെ അളവ് പുറപ്പാട് പുസ്തകം 30-1-2, യാഗപീഠത്തിന്റെ അളവ് 27-ാം അധ്യായം 1-ാമത്തെ വാക്യം, മൂടുശീലയുടെ നീളം വീതി അളവ് 26-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, സമാഗമന കൂടാരത്തിന് ഉപയോഗിക്കുന്ന പലകകളുടെ അളവ് 26-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, പ്രാകാരത്തിന്റെ അളവ് പുറപ്പാട് 27-ാം അധ്യായം 18-ാമത്തെ വാക്യം, ഇവയെല്ലാം കൃത്യമായ അളവുകൾ നൽകിയാണ് പണിയുവാൻ ആജ്ഞ കൊടുത്തത്. ഇതിനകത്തൊരു കാര്യം, പലകകൾക്കൊന്നും ചേർപ്പില്ല. പലകകൾക്ക് നീളം കൃത്യമാകണം, കുറഞ്ഞതുകൊണ്ട് അതിരിക്കട്ടെ എന്ന് പറഞ്ഞ് നീളം കുറഞ്ഞതും, കൂടുതൽ വന്നതുകൊണ്ട് ഇനി അത് കിട്ടുകയില്ല എന്ന് പറഞ്ഞ് അതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഉയരം കൂടിയതിനെയും വെച്ചില്ല, ഉയരം കൂടിയത് മുറിച്ചു, ഉയരം കുറഞ്ഞത് ഉപയോഗിച്ചുമില്ല. തുല്യ അളവായിരിക്കണം. ദൈവസഭയെ സംബന്ധിച്ച് ദൈവം പറഞ്ഞു 5 വിധ ശുശ്രൂഷകൾ എഫെസ്യർക്ക് എഴുതിയ 4:11 കൊടുത്ത ശേഷം പറഞ്ഞു, ഈ ശുശ്രൂഷകളെല്ലാം ദൈവസഭാ വിശ്വാസികളാകുന്ന വിശുദ്ധന്മാരെ ക്രിസ്തു എന്ന തലയോളം സകല വിശുദ്ധിയിലും വളർത്തുവാനാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഗുണപ്പെടാത്ത വലിയവനെ ഇതിൽ കയറ്റരുത്, ഗുണം ഉയരം വീതി കുറഞ്ഞ വ്യക്തികളെയും ഇതിൽ കുറവുണ്ട് നിൽനോട്ടെ എന്നും പറഞ്ഞ് കയറ്റരുത്, തുല്യതുള്ളവരായിരിക്കണം. എന്നാൽ സമാഗമന കൂടാരം മുഴുവൻ, അതായത് 100 മുഴം നീളവും 50 മുഴം ഉയരവും 5000 ചതുരശ്ര മുഴം വിസ്തീർണം ഇതിൽ ഉണ്ട്. 28-ാം അധ്യായം 18-ാമത്തെ വാക്യം, കൂടാരത്തിൽ വെളിച്ചം കൊടുക്കേണ്ട നിർമ്മിക്കപ്പെട്ട തങ്കം കൊണ്ടുള്ള നിലവിളക്കിന് എത്ര ഉയരം, വലിപ്പം എന്നിവ വേണം എന്ന് കൽപ്പന കൊടുത്തില്ല. കാരണം ഈ നിലവിളക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രതിരൂപം അത്രേ. ഒരു കാര്യം കൂടെ വിശുദ്ധന്മാർ ഗ്രഹിക്കണം, ഇതിനകത്തെ 6 ഉപകരണങ്ങൾക്ക് പകരം വേറെ ഒന്നുകൂടെ മാറ്റി ഉണ്ടാക്കിയിട്ടിട്ടില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നുമില്ല. ഒന്ന് മാത്രമേ ഉള്ളൂ, യാഗപീഠം 1, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം. അതുകൊണ്ട് വേറെ ഒരു യാഗപീഠവും ആരാധനയും ഇല്ല. മാതൃക ഒന്നേ ഉള്ളൂ, കാഴ്ചയപ്പത്തിന്റെ മേശ ഒന്നേ ഉള്ളൂ, ധൂപപീഠം ഒന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. വിളക്കും ഒന്ന് മാത്രമേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് ഒന്നേ ഉള്ളൂ, പല ആത്മാക്കളില്ല. കാരണം ഈ നിലവിളക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രതിരൂപമത്രേ. കാരണം ദിവ്യ തൃത്വത്തിൽ 3-ാമത്തെ വ്യക്തിത്വമായ പരിശുദ്ധാത്മാവിന് അളവ് ഇത്ര എന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് ഇത്രയും മതി അഭിഷേകത്തിന്റെ ശക്തി എന്ന് ആരും, ഒരു വേദവിജ്ഞാനിയും ഒരു വേദപണ്ഡിതനും പറയുവാൻ അനുവാദമില്ല. ആരെത്ര ആഴത്തിൽ ഉയരത്തിൽ പരിശുദ്ധാത്മാവിനുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ചാലും പിന്നെയും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ ബാക്കി കിടക്കുന്നു എന്നുകൂടെ മറക്കരുത്. ഒരു വ്യക്തിക്ക് ഒരു സത്യം മനസ്സിലായതുകൊണ്ട് ഇതാകുന്നു അന്ത്യം, ഇതിനപ്പുറത്തൊരു സത്യമില്ല എന്ന് വയ്ക്കരുത്. ദൈവത്തോളം ആഴമുള്ളതാണ് തിരുവചനത്തിലെ സത്യം. ആരെല്ലാം എന്തെല്ലാം അതിർത്തി പറഞ്ഞ് എന്തെല്ലാം പറഞ്ഞാലും പിന്നെയും
അതിർത്തിയില്ലാതെ കിടക്കുന്ന ദൈവത്തിൻ്റെ ആത്മപ്രവർത്തനത്തിനായി ദൈവത്തെ സ്തുതിക്കണം. പുറപ്പാട് പുസ്തകം 25:31 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ് അതിന് ആധാരം. അടുത്തതായി അളവ് പറഞ്ഞിട്ടില്ലാത്ത വേറൊരു ഉപകരണമാണ് താമ്രത്തൊട്ടി. മുൻപേ അല്പമായി നമ്മൾ ചിന്തിച്ചു. ബ്രോൺസ് ലേവർ. പുറപ്പാട് പുസ്തകം 30:17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. കാരണം സമാഗമന കൂടാരത്തിലുള്ള എല്ലാ ഉപകരണങ്ങളുടെയും മാതൃക മഹോന്നതനായ ദൈവം തൻ്റെ ദാസനായിരുന്ന മോശയെ കാണിച്ചു കൊടുത്തത്, മോശയെ തൻ്റെ കണ്ണുകളാൽ കണ്ടത്, അതിൻ പ്രകാരം അവർ അത് ഉണ്ടാക്കുകയും ചെയ്തു. പുറപ്പാട് 25:9. ദൈവം പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. പർവ്വതത്തിൽ കാണിച്ചു തന്ന മാതൃക പ്രകാരം ഉണ്ടാക്കണം. തന്നെയുമല്ല, അവയുടെ നിർമ്മാണം നടത്തിയ കൗശല പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധ പണിത്തരം ഉണ്ടാക്കുവാനും ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകല സാമർഥ്യവും കൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കുന്നതായ ബസലേലും അവന് തുണയായി ചേർന്ന് പ്രവർത്തിപ്പാൻ ജ്ഞാനഹൃദയം കൊണ്ട് ദൈവം നിറച്ച ഒഹൊലിയാബിനെ പോലുള്ള വ്യക്തികളും ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ആത്മീയഗോളത്തിൽ ഇന്ന് ധാരാളം ബസലേലന്മാരും ഒഹലോബിയന്മാരും ഉണ്ട്. അവർക്ക് ദൈവാത്മാവിൻ്റെ ജ്ഞാനവും കൃപയും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ആത്മീയഗോളത്തിലെ മോശമാർ അവരെ അടുപ്പിക്കാറില്ല. അവരെ തമ്മിൽ അടുപ്പിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. അവരെ അടുത്തു കൊണ്ടുവരികയില്ല, അവരെ ദൂരെ നിർത്തിക്കളയും. ഇതൊക്കെ ഞാൻ പണിതാൽ മതിയെന്നാണ് പല മോശമാരും പറയുന്നത്. അതുകൊണ്ടാണ് ഈ പണിക്ക് അപൂർണതയും അപക്വതയും ദൈവകൃപയും ഇറങ്ങാത്തതെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പുറപ്പാട് പുസ്തകം 31:1 മുതൽ 11 വരെയും 36 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളും വായിക്കുക. അനന്തരം അവർ കൂടാരവും അതിൻ്റെ ഉപകരണങ്ങൾ എല്ലാറ്റിൻ്റെയും പണി യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ നിർമ്മിച്ച ശേഷം അവ ഓരോന്നും യഹോവ കൽപ്പിച്ച സ്ഥാനത്ത് തന്നെ കൃത്യമായി സ്ഥാപിക്കുകയും ചെയ്തു. 5 ഉപകരണങ്ങളാണ് വിശുദ്ധ സ്ഥലത്തും പ്രാകാരത്തിലുമുള്ളത്. കയറി വരുമ്പോൾ കാണുന്ന യാഗപീഠം, അതിൻ്റെ പുറകിലിരിക്കുന്ന താമ്രത്തൊട്ടി, അതിന് നേരെ കാണുന്ന വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന ധൂപപീഠം, അതിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന കാഴ്ചപ്പത്തിൻ്റെ മേശ, ഇടതുഭാഗത്തിരിക്കുന്ന നിലവിളക്ക്. 5 ഉപകരണങ്ങൾ എന്ന വണ്ണം ദൈവസഭയിൽ പ്രാകാരത്തിലെ വിശുദ്ധന്മാരുടെയും ശുശ്രൂഷകന്മാരുടെ സ്ഥലമാകുന്ന വിശുദ്ധ സ്ഥലത്തിൽ ഇരിക്കുന്ന 5 ശുശ്രൂഷകൾ. എഫേസ്യർ 5:4-11. അപ്പസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. ഏതെല്ലാം തരത്തിലാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ നിഴലും പൊരുളും ഒത്തുപോകുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കണം. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 16, 19, 21, 23, 25, 27, 29, 32. യഹോവയാം ദൈവം കൽപ്പിച്ച കൽപ്പനയിൽ പ്രകാരം വാർത്തെടുത്ത താമ്രത്തൊട്ടി ആലയത്തിൻ്റെ ഉള്ളിൽ പ്രാകാരത്തിൽ യാഗപീഠത്തിൻ്റെ പുറകിൽ വിശുദ്ധ സ്ഥലത്തിന് അരികിൽ വെച്ചു. മോശയും അഹ്റോനും അവൻ്റെ പുത്രന്മാരും ആലയത്തിനുള്ളിൽ പ്രവേശിച്ച ശേഷം ശുശ്രൂഷകൾ ആരംഭിക്കുന്നതിന് മുൻപ് അവരുടെ കൈയും കാലും, അതായത് അവരുടെ പ്രവൃത്തികളും അവരുടെ നടപ്പുകളും പുറലോകത്തിൽ എങ്ങനെയിരുന്നു അത് കഴുകേണ്ടിയിരുന്നു. അതിനുള്ള വെള്ളം അവിടെ ഒഴിച്ചു. പുറപ്പാട് ദിവസം 40:30-32. തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിലും മറ്റ് ദിവസങ്ങളിലും പുറലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിൽ നടപ്പിലും പ്രവൃത്തിയിലും വന്നു ചേരുന്ന അശുദ്ധമായ പ്രവൃത്തികൾ എന്തെല്ലാം ഉണ്ടോ, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിവയുടെ വശീകരണ ശക്തികൾ ഒരു വ്യക്തിയെയും ശുശ്രൂഷകനെയും ബാധിച്ചിട്ടുണ്ടോ, അവയെല്ലാം ശുശ്രൂഷയ്ക്ക് വരുന്ന സന്ദർഭത്തിൽ ആൾത്താരയുടെ മുൻപിൽ, പ്ലാറ്റ്ഫോമിന്റെ മുൻപിൽ, ആരാധന സ്ഥലത്തിന്റെ കവാടം വിട്ട് പുറത്തു വരുന്നതിന് മുൻപ് സ്വയം ശോധന ചെയ്ത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് വേണം കയറി വരേണ്ടത്. അപ്പൻ ശുശ്രൂഷകനായതുകൊണ്ട് മക്കൾ ബോധിച്ചവണ്ണം നടന്നിട്ട് ഡ്രമടിക്കുവാനും കീബോർഡ് വായിക്കുവാനും ശുശ്രൂഷയ്ക്ക് ആഹ്വാനം കൊടുക്കുവാനും കയറരുത്. മക്കളും
വിശുദ്ധീകരണം പ്രാപിച്ചിട്ട് മാത്രമേ കയറാവൂ. സഹോദരിമാരെ പ്ലാറ്റ്ഫോമിൽ കയറ്റരുത്. ദൈവവചന ശുശ്രൂഷയിൽ പെന്തക്കോസ് ദിവസത്തിൽ 11 പേർ അപ്പസ്തലന്മാർ പത്രോസിനോട് മാത്രം എഴുന്നേറ്റു. ശുശ്രൂഷയ്ക്ക് സഹോദരിമാർ എഴുന്നേറ്റില്ല. 6-ാം അധ്യായത്തിൽ മേശയിൽ ശുശ്രൂഷിക്കേണ്ടതിന് സ്ത്രീകൾ ഒരു വ്യക്തിയെപ്പോലും എഴുന്നേൽപ്പിച്ചില്ല. ഞാൻ സഹോദരിമാരോട് കോപമുള്ളവനല്ല. എനിക്കൊരമ്മയുണ്ടായിരുന്നു, സഹോദരിമാരുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, പെൺമക്കളുണ്ട്, എല്ലാവരുമുണ്ട്. സഭയിലും സഹോദരിമാരുണ്ട്. അവരെയൊക്കെ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു. എന്നാൽ ദൈവിക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിൽ ദൈവം സ്ത്രീകളെ ഉപയോഗിച്ചില്ല എങ്കിൽ പുരോഹിതന്മാരല്ലാതെ പുരോഹിതമാരില്ലായിരുന്നു. മറന്നു പോകരുത്. ആരും എന്നോട് പിണങ്ങരുത്. ദൈവവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്നു. സമാഗമന കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ കാണുന്ന പ്രധാന ഉപകരണം താമ്രപീഠവും 2-ാമത്തെ ഉപകരണം താമ്രത്തൊട്ടിയുമാകുന്നു. യാഗപീഠത്തിലെ ശുശ്രൂഷകൾ ജനങ്ങൾക്കു വേണ്ടി പുരോഹിതന്മാർ നിർവഹിക്കുമ്പോൾ പാപിയായി പാപം ചെയ്ത മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാൻ യാഗങ്ങൾ അർപ്പിക്കുന്ന യാഗപീഠം ജനങ്ങൾക്കു വേണ്ടി പുരോഹിതന്മാർ മധ്യസ്ഥരായി നിർവഹിക്കുമ്പോൾ താമ്രത്തൊട്ടിയിൽ നിന്നുള്ള കഴുകൽ പുരോഹിതന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അവിടെ യാഗാർപ്പകന്മാരെ കഴുകുന്നില്ല, യാഗാർപ്പന്മാരുടെ കാലും കൈയും കഴുകുന്നില്ല. അവിടെ യാഗം അർപ്പിക്കുന്ന യാഗവസ്തുക്കളെ കഴുകുന്നത് താമ്രത്തൊട്ടിയിലെ വെള്ളം കൊണ്ടാണ്. അതും യാഗവസ്തുക്കളെ സംബന്ധിച്ച് മാത്രം. പുരോഹിതന്മാർ തങ്ങളുടെ കൈകാലുകൾ താമ്രത്തൊട്ടിയിലെ വെള്ളം കൊണ്ട് കഴുകി ശുദ്ധീകരണം നടത്തിയിരുന്നു. അഹരോനും പുത്രന്മാരും സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിങ്കൽ ശുശ്രൂഷിക്കുവാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന്, മരണമെന്ന പദത്തിന് വേർപെട്ടു പോകുക എന്നുള്ളതാണ് അർത്ഥം. ദയവ് ചെയ്ത് വിശുദ്ധീകരണമില്ലാത്ത ജനത്തെ കാണിക്കേണ്ടതിനു വേണ്ടി കഴുകൽ പ്രാപിക്കാതെ, വിശുദ്ധീകരണം പ്രാപിക്കാതെ യാഗപീഠത്തിൽ ശുശ്രൂഷിച്ചാൽ അത് വിശ്വാസികളുടെ വഞ്ചിക്കുകയാണ്. വിശുദ്ധീകരണം കൂടാതെ പ്രസംഗിക്കുകയും പ്ലാറ്റ്ഫോം കുലുക്കുകയും ചെയ്യുന്ന ശുശ്രൂഷകന്മാരെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇവിടെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിലും മുന്നിലിരിക്കുന്ന പാവപ്പെട്ട നിഷ്കളങ്കരായ വിശ്വാസികളെ വഞ്ചിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യാതിരിപ്പാൻ സൂക്ഷിക്കണം. അതുകൊണ്ട് അവർ കൈകാലുകൾ കഴുകണം. നിങ്ങളോ ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയി. പാവപ്പെട്ട വിശ്വാസികളെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തുന്ന ശുശ്രൂഷകൾ ചെയ്യരുത്. അവർ മരിക്കാതിരിക്കേണ്ടതിന് കൈയും കാലും കഴുകണം. അതവർക്ക് തലമുറയെ എന്നേക്കുമുള്ള ചട്ടം. വല്യപ്പച്ചൻ കഴുകിയതുപോലെ മകൻ കഴുകിയതുപോലെ കൊച്ചുമകനും കഴുകൽ പ്രാപിച്ച ശേഷം മാത്രമേ ശുശ്രൂഷിക്കാവൂ. പുറപ്പാട് ദിവസം 30-ാം അധ്യായത്തിന്റെ 20-21. തലമുറയായി നിരന്തരമായി സദാസമയവും ആര് കൂടാരത്തിൽ പ്രവേശിച്ചാലും യാഗമർപ്പിക്കുകയോ ചെയ്താലും ചെയ്യണമെന്ന്, കഴുകൽ നടത്തണമെന്നുള്ളത് നിത്യപ്രമാണം ആണ് എന്ന് മറക്കരുത്. ദൈവം നിത്യനാകയാൽ ആ ദൈവത്തിൻ്റെ പ്രമാണങ്ങളും നിത്യം തന്നെയാണ്. മാറ്റാനും മറിപ്പാനും ആർക്കും അവകാശമില്ല. പരിശുദ്ധ പിതാവേ, വിശുദ്ധന്മാരായി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കുമായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണം. വചനം വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറാതെ യോശുവ ശുശ്രൂഷിച്ചതുകൊണ്ട് 6 ദേശങ്ങളെ വാണിരുന്ന 31 രാജാക്കന്മാരെ തോൽപ്പിച്ച് വാഗ്ദത്തം നിറവേറ്റി തൻ്റെ ജനത്തിന് കൊടുത്തതുപോലെ ഇന്ന് ഞങ്ങൾ പാർക്കുന്ന ദേശത്തിൽ വാണുകൊണ്ടിരിക്കുന്ന ദുഷ്ടാത്മസേനയുടെ പ്രവർത്തനങ്ങളെ തോൽപ്പിച്ച് ദൈവീയ വാഗ്ദത്തങ്ങൾ സഭാവിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുവാൻ ആവശ്യമാർന്ന അഭിഷേകവും പ്രതിഷ്ഠയും തീരുമാനവും അടിയങ്ങൾക്കും തന്നടിയങ്ങളെ നടത്തും യേശു ക്രിസ്തുവിൻ നാമത്തിൽ.